തീർച്ചയായിട്ടും ഇനിയുള്ള അമേരിക്കയുടെ നീക്കം എന്താണ് എന്നുള്ളത് തന്നെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇറാനെതിരെ യുദ്ധത്തിൽ ഇടപെടാനുള്ള നീക്കം അപകടകരമെന്ന് ചൂണ്ടിക്കാട്ടി ഡൊണാൾഡ് ട്രംപിന്റെ സ്വന്തം പാർട്ടിക്കാരായ റിപ്പബ്ലിക്കൻ പ്രതിനിധികൾ കൂടി രംഗത്തെത്തിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. ട്രംപ് ഭരണകൂടം യുദ്ധത്തിൽ പങ്ക് വഹിക്കില്ലെന്ന് കരുതുന്നതായി റിപ്പബ്ലിക്കൻ അംഗം ടിം സീഹി പറഞ്ഞു. CNN ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം. US കോൺഗ്രസാണ് ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളേണ്ടതെന്ന് ഡെമോക്രാറ്റുകളും വ്യക്തമാക്കിയിട്ടുണ്ട്. MCA നാസറിലേക്ക് കൂടിയാണ്. നാസർ, കൃത്യമായി ഇനി എന്താണ് നടക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. അമേരിക്ക ഇതിൽ പങ്കാളികളാവുകയാണെങ്കിൽ അത് തന്നെയായിരുന്നു GCC രാഷ്ട്രങ്ങളുടെ അടക്കം ആശങ്കയും. അപ്പോൾ ഇറാന്റെ ആക്രമണം ഇനി എങ്ങോട്ടായിരിക്കും എന്നുള്ളത് കൂടെ പറയാൻ സാധിക്കാത്ത ഒരവസ്ഥയുണ്ട്. നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കം അത്തരത്തിലുള്ളത് തന്നെയാണ് എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുമോ നാസർ? ജിൽസി, തീർച്ചയായിട്ടും ഇന്നലെ വലിയൊരു ആശങ്ക തന്നെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ട്വീറ്റ് പുറത്തു വന്ന ഘട്ടത്തിൽ ഉണ്ടായത്. പ്രധാനമായിട്ടും നിരുപാധികം ഇറാൻ കീഴടങ്ങണം, ഇറാനിലെ പ്രസിഡന്റ് ആത്മീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് മാർഗങ്ങളില്ല എന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു താക്കീതായിരുന്നു നൽകിയത്. തുടർന്നാണ് 1 മണിക്കൂർ 20 മിനിറ്റ് ദൈർഘ്യമുള്ള അമേരിക്കയുടെ ദേശീയ സുരക്ഷാ സമിതിയുടെ നിർണായകമായിട്ടുള്ള യോഗം ചേർന്നതും കാര്യങ്ങൾ വിലയിരുത്തിയതും വൈസ് പ്രസിഡന്റും അതോടൊപ്പം തന്നെ US സ്റ്റേറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരൊക്കെ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. ആ യോഗത്തിന്റെ തീരുമാനം ഔദ്യോഗികമായിട്ട് പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇസ്രായേൽ മാധ്യമങ്ങൾ വ്യക്തമാക്കിയത് തീർച്ചയായിട്ടും അമേരിക്ക പ്രത്യക്ഷത്തിൽ തന്നെ യുദ്ധത്തിൽ പങ്കുവയ്ക്കാൻ പോകുന്നു. അതിന്റെ ഭാഗമായിട്ട് നിരവധി യുദ്ധസന്നാഹങ്ങൾ ഈ മേഖലയിലേക്ക് കേന്ദ്രീകരിക്കാനും പെന്റഗൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്ന ഒരു വെളിപ്പെടുത്തൽ കൂടി പുറത്തു വന്നിരുന്നു. പക്ഷേ അല്പം മുമ്പ് US-ന്റെ ഉള്ളിൽ തന്നെ പ്രധാനമായിട്ടും ട്രംപിന്റെ പാർട്ടിയിൽ തന്നെ വലിയ തോതിലുള്ള എതിർപ്പ് ഇതുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുന്നു എന്നതാണ് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം. കാരണം തികച്ചും ഏകപക്ഷീയമായിട്ട് യുദ്ധത്തിന്റെ ഭാഗമായിട്ട് അമേരിക്ക മാറുകയാണെങ്കിൽ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ താല്പര്യങ്ങളെ അത് ദീർഘകാലാടിസ്ഥാനത്തിലും ഹ്രസ്വകാലാടിസ്ഥാനത്തിലും പ്രതികൂലമായിട്ട് ബാധിക്കും. അതുകൊണ്ട് അത്തരമൊരു തീരുമാനം ഉണ്ടാകരുത്. US കോൺഗ്രസിനായിരിക്കണം ഇത്തരം ഒരു യുദ്ധത്തിൽ പങ്കുചേരുന്നത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം പ്രഖ്യാപിക്കാനുള്ള അധികാരമെന്ന് ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കനും ഒരേപോലെ പിന്നെ പറയുന്ന ഒരവസ്ഥയുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പുതുതായിട്ട് വന്ന സർവേ പ്രകാരം 70% അമേരിക്കക്കാരും ഈ നേരിട്ട് ഇസ്രായേലിനൊപ്പം ചേർന്ന് ഇറാനെതിരായിട്ടുള്ള യുദ്ധം ചെയ്യുന്നതിന് എതിരാണ് എന്ന സർവേ റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ ഇനിയുള്ളത് അമേരിക്ക തങ്ങളുടെ ട്രംപ് ഭരണകൂടം അതേ നിലപാടുമായി, കാരണം യുദ്ധത്തിൽ പ്രത്യക്ഷമായിട്ട് പങ്കുവയ്ക്കുകയാണെങ്കിൽ അത് ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിട്ട് മാറും. കാരണം പിന്നീട് ദിവസങ്ങളിലൊക്കെ ഒമാൻ ഉൾപ്പെടെയുള്ള ഖത്തർ, സൗദി അറേബ്യ, UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു രമ്യമായിട്ടുള്ള നയതന്ത്ര പ്രശ്നപരിഹാരത്തിന് വേണ്ടിയാണ്. കാരണം ഇറാനുമായിട്ടും ഈ രാജ്യങ്ങളൊക്കെ ഇപ്പോൾ ഏറ്റവും നല്ല ബന്ധത്തിലാണ്. അതുകൊണ്ട് ഈ മേഖലയിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ തങ്ങളുടെ കെട്ടുറപ്പിനെയും സുരക്ഷയെയും മാത്രമല്ല ദീർഘകാലാടിസ്ഥാനത്തിൽ തന്നെ തങ്ങളുടെ നിക്ഷേപ സാമ്പത്തിക താല്പര്യങ്ങളെയും അത് പ്രതികൂലമായിട്ട് ബാധിക്കും. ഇന്ത്യ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് മനുഷ്യർ, പ്രവാസികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ താല്പര്യങ്ങൾക്കെയും ഇത് ഹനിക്കും. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ അമേരിക്ക യുദ്ധത്തിൽ വരുന്നതിനോട് ഈ രാജ്യങ്ങൾക്ക് എതിർപ്പുണ്ട്. കാരണം ഏതെങ്കിലും അർത്ഥത്തിൽ അമേരിക്കയുടെ ഒരു പങ്കാളിത്തം വരികയാണെങ്കിൽ അതിന് ഈ മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. ആ താവളങ്ങൾ ഉപയോഗിച്ചാൽ പിന്നെ തീർച്ചയായിട്ടും ആ താവളങ്ങൾക്ക് നേരെ പിന്നെ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് നേരെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ പലവരും മുന്നറിയിപ്പ് നൽകിയതാണ്. ഈ സമുദ്രത്തിലും പ്രധാനമായിട്ടും നിരവധി ഇറാനിയൻ കപ്പലുകൾ സ്ഥിതി ചെയ്യുന്നൊരു മേഖല കൂടിയാണ്. ആ കപ്പലുകളിൽ നിന്ന്, യുദ്ധക്കപ്പലുകളിൽ നിന്ന് പോലും ആക്രമണം വരികയാണെങ്കിൽ അത് ഗൾഫ് മേഖലയുടെ കെട്ടുറപ്പിനെ ബാധിക്കും എന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഈ രാജ്യങ്ങൾ നൽകിയിരുന്നു. എന്തായാലും അമേരിക്കയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഈ യുദ്ധത്തിൽ പങ്കാളിത്തം വഹിക്കുന്നതിനെതിരായ ഒരു വികാരം രൂപപ്പെടുന്നു എന്നത് വലിയ പ്രതീക്ഷ നൽകുന്ന ഘടകമാണ്. അതേസമയം തന്നെ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നതിനോ ഇസ്രായേലിന് നയതന്ത്ര പരിരക്ഷ നൽകുന്നതിനോ ഇസ്രായേലിന് ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറുന്നതിനോ റിപ്പബ്ലിക്കനോ അല്ലെങ്കിൽ ഡെമോക്രാറ്റുകളോ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുമില്ല. അത് തുടരണം. പക്ഷേ പ്രത്യക്ഷത്തിൽ യുദ്ധത്തിൽ വരുന്നത് എല്ലാ നിലക്കും ഒഴിവാക്കണമെന്ന ഒരു വികാരമാണ് ഇപ്പോൾ അമേരിക്കയിലും റിപ്പബ്ലിക്കൻ പാർട്ടിയിലും രൂപപ്പെടുന്നത്. അത് സ്വാഭാവികമായിട്ടും ഈ ട്രംപിനെ ഒരു പുനരാലോചനയ്ക്ക് പ്രേരിപ്പിക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ ഇസ്രായേലിൽ നിന്നും ഇറാനിൽ നിന്നും ഇന്ത്യക്കാർ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾ തങ്ങളുടെ ഒഴിപ്പിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. കാരണം യുദ്ധം എന്തായാലും അനിശ്ചിതമായിട്ട് നീണ്ടുപോയേക്കുമെന്നൊരു ആശങ്ക രൂപപ്പെട്ടിട്ടുണ്ട്. കാരണം രണ്ടിടങ്ങളിലും അതിശക്തമായിട്ടുള്ള ആക്രമണവും പ്രത്യാക്രമണവും തുടരുന്ന ഒരു ഘട്ടമുണ്ട്. കൂടുതൽ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം വ്യാപിക്കുകയാണ് ഇന്നലെ വൈകിട്ട് മുതൽ. അത്തരമൊരു സാഹചര്യത്തിൽ
ഈ രണ്ടിടങ്ങളിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ ഒഴിപ്പിക്കാൻ സൈപ്രസ് മുഖേനയാണ് ഇസ്രായേലിൽ നിന്ന് യൂറോപ്യൻ പൗരന്മാരെയും മറ്റും ഒഴിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നത്. റോഡ് മാർഗം, കാരണം വിമാനത്താവളം അടഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ ജോർദാൻ മുഖേനയായിരിക്കും ഇന്ത്യക്കാരെ, രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാരെ അവിടെ നിന്ന് മാറ്റുക. എന്തായാലും വരും ദിവസങ്ങളിൽ കുറെ കൂടി കൃത്യമായിട്ടുള്ള ഒരു പദ്ധതി എല്ലാ രാജ്യങ്ങളും ആവിഷ്കരിച്ചുകൊണ്ട് തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ കുറെ കൂടി ശക്തമായിട്ടുള്ള നീക്കം ഉണ്ടാകേണ്ടി വരും. അതിനുള്ള തിരക്കിട്ട നീക്കങ്ങളും ഈ രണ്ട് രാജ്യങ്ങളും കേന്ദ്രീകരിച്ച് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ജിൽസി.